പി.വി. അൻവർ ആഹ്ലാദ തുന്തിലനാണ്. അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സർക്കാർ മലപ്പുറത്ത് പോലീസിൽ ഒരു വലിയ ശുചീകരണം നടത്തി. ഇതിന് രണ്ടാമത്തെ വിക്കറ്റെന്നോ അല്ലെങ്കിൽ 8 വിക്കറ്റ് തുടരെ വീണു എന്നോ ഒക്കെ നമുക്ക് പറയാം. പി.വി. അൻവർ ഇന്നും മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ പി ശശിയെ കടന്നാക്രമിക്കുന്ന കരുത്തുറ്റ ആയുധവുമായാണ് അൻവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അൻവർ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. തിരുവനന്തപുരത്ത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് തീവെച്ച സംഭവം, കുറേ നാൾ ആ അന്വേഷണം എങ്ങുമെത്താതെ കിടന്നു, അല്ലെങ്കിൽ ആ പ്രതികൾ സംരക്ഷിക്കപ്പെട്ടു എന്നൊക്കെ ആയിരുന്നു നമ്മൾ പൊതുജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കുമുള്ള ധാരണ. എന്നാൽ ചില സൂചനകൾ അന്നേ ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ RSS അനുഭാവികളാണ് എന്ന്. ഈ RSS അനുഭാവികളാണ് എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം എന്ത് ചെയ്തു? ആ വസ്തുതയാണ് ഇന്ന് പി.വി. അൻവർ വിളിച്ചു പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, സന്ദീപാനന്ദഗിരിയുടെ പൂർവാശ്രമത്തിലെ പേര് ഷിബുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് റീത്ത് സമർപ്പിച്ച സംഭവം, പിന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് വാഹനങ്ങളൊക്കെ കത്തി, ആശ്രമത്തിലെ സുപ്രധാനപ്പെട്ട വസ്തുവകകളൊക്കെ നശിപ്പിച്ചു. അതായിരുന്നു ആ കേസ്, ആ ക്രൈം. അതിനുശേഷം അന്വേഷണം നടന്നു, ആരെയും പിടിക്കാൻ കഴിഞ്ഞില്ല. സന്ദീപാനന്ദഗിരി ആളുകളെ വെച്ച്, കൂലിക്ക് ആളെ വെച്ച് ചെയ്ത സംഭവമാണ് എന്നൊക്കെയായിരുന്നു പ്രചരണം പോലീസ് തലത്തിൽ. അങ്ങനെ ഒരു വ്യാജ പ്രചരണമൊക്കെ നടന്നിരുന്നു ആ സമയങ്ങളിൽ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പ്രധാന പ്രതികളെ, യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിലൊരു പ്രതി ആത്മഹത്യ ചെയ്തു. ആ സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. ഇതിനിടയിൽ നടന്ന പോലീസിൻ്റെ ചരടുവലി എന്താണെന്ന് വ്യക്തമാകുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടാണ് ഇന്ന് പി.വി. അൻവർ പുറത്തുവിട്ടത്. ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് അന്ന് ഇന്റലിജൻസിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, DYSP തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു. എന്നാൽ ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യം കണ്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല? അവിടെ ഒരു ഇരുമ്പ് മതിലുണ്ട്. ആ ഇരുമ്പ് മതിലിനപ്പുറത്തേക്ക് ഈ ഫയൽ പോയില്ല എന്നാണ് അൻവർ പറയുന്നത്. ആ ഇരുമ്പ് മതിൽ പി ശശിയാണ്. കാരണം ഏതൊക്കെ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയിലേക്ക് പോകണം, ഏതൊക്കെ അന്വേഷണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അറിയണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് പോയില്ല. ഈ റിപ്പോർട്ട് പോയിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് MR അജിത് കുമാറിനെ കുറിച്ച് നേരത്തെ തന്നെ കുറെ കൂടി ശക്തമായ വിവരങ്ങൾ ലഭിക്കുമായിരുന്നുവെന്നും അൻവർ ആരോപിക്കുന്നുണ്ട്. എന്താണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്? അന്ന് ഈ കേസ് അന്വേഷണം ആദ്യം നടത്തിയ DYSP രാജേഷ്, അദ്ദേഹം RSS അനുഭാവിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ കേസ് അട്ടിമറിച്ചു. അദ്ദേഹം റിട്ടയർഡ് ആയ ശേഷം, അതായത് ഇതൊക്കെ അനുബന്ധ സംഭവങ്ങളാണ്, റിട്ടയർഡ് ആയ ശേഷം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ബൂത്ത് ഏജന്റ് ആയിരുന്നു. കൊടി പുതച്ച് ഇരിക്കുന്ന ചിത്രങ്ങളും പി.വി. അൻവർ ഇന്ന് പുറത്തുവിട്ടു. ആലോചിച്ച് നോക്കുക, ഒരു DYSP, RSS അനുഭാവിയായ DYSP അന്ന് ആ കേസ് ഇല്ലായ്മ ചെയ്ത സംഭവങ്ങൾ. ഇതൊക്കെ പിന്നീട് അന്വേഷിച്ച DYSP അക്കമിട്ട് നിരത്തുന്നുണ്ട്. പിന്നീട് ഈ ശരിക്കുള്ള പ്രതികളെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇതുവരെ പുറം ലോകം കാണാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അറിയാത്തത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ MR അജിത്ത് ഉൾപ്പെടുന്ന ഒരു കോക്കസ്, RSS കോക്കസ് പോലീസിനിടയിൽ ഉണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം കലക്കിയ സംഭവം നാളിത്ര കഴിഞ്ഞില്ലേ? റിപ്പോർട്ട് എവിടെ പോയി? റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതിന് എന്താണ് സംഭവിച്ചത്? കമ്മീഷണർ ഏകപക്ഷീയമായി പോയതാണോ? ADGPയോടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ അറിയാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ അറിയാനുള്ള അവകാശം ജനാധിപത്യ കേരളത്തിനുണ്ട്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ പോലീസിനകത്ത് ഒരു RSS വൽക്കരണം നടക്കുന്നുണ്ട്. അത് മുമ്പാണെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചിരുന്നത്. ഇപ്പോൾ ക്രമേണ മലയാളി ഉദ്യോഗസ്ഥരും അവരുടെ പിന്നാലെ പോകുന്നുണ്ട്. കാരണം അധികാരം കേന്ദ്രത്തിൽ കൈയാളുന്നത് BJPയാണ്, RSS മുന്നണിയാണ്, BJPയാണ്. അപ്പോൾ ഈ RSSകാരുടെയൊക്കെ കാല് പിടിച്ചാൽ, ശുപാർശ ചെയ്യപ്പെട്ടാൽ ഇവിടെ DGP കസേര ലഭിക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പോസ്റ്റ്, അതായത് MR അജിത് കുമാർക്ക് ഇരിക്കുന്ന പോലെ പദവിയിലെത്താൻ കഴിയും എന്നതാണ് വസ്തുത. ശരിക്കു പറഞ്ഞാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം RSSനെതിരെ പ്രസംഗിച്ചു. അത് വളരെ ശക്തമായ പ്രസംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പ്രതിസന്ധികളൊക്കെ മറികടന്നു എന്ന വളരെ ശുഭകരമായ സന്ദേശമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഈ MR അജിത് കുമാറിൻ്റെ കാര്യം അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല. ആലോചിച്ച് നോക്കുക. ഇത്രയും വിവാദം കത്തി നിൽക്കുന്നു, പ്രതിപക്ഷ സമരം നടക്കുന്നു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്നിട്ടും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വാലിളക്കി വന്ന ഈ CPI നേതാക്കൾ, മന്ത്രിമാർ പോലും ഇക്കാര്യം കമാന്നൊരക്ഷരം വേണ്ടിയില്ല. എന്ത് നാണക്കേടാണ്! ഏതായാലും അൻവർ ആരോപണങ്ങൾ തുടരുന്നു. വിക്കറ്റുകൾ എതിർ ചേരിയിലെ വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ആര് ജയിക്കുമെന്നൊക്കെ കളി കഴിയും വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.